നമസ്കാരം. ഞാനിവിടെ ചോദിക്കാമെന്ന പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലായ്പ്പോഴും ഈ പരിപാടിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ, നാട്ടുകാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവർ അതിജീവിക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു അതിജീവനത്തിൻ്റെ കഥകൾ, എന്താണ് അതിൻ്റെ ഒരു പരിഹാരം, അങ്ങനെയുള്ള പ്രതിസന്ധികളും കാര്യങ്ങളുമെല്ലാമാണ് നമ്മൾ പലപ്പോഴായി പല എപ്പിസോഡുകളിലായി പരിചയപ്പെടുത്തുന്നത്. ഇന്ന് എത്തി നിൽക്കുന്നതും അങ്ങനെയൊരു ഇടത്ത് തന്നെയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ കുട്ടൻപുഴ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പല മലയോര മേഖലകളിലും എന്ന പോലെ സംസ്ഥാനത്തിൻ്റെ പല മലയോര മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളോടടുത്ത് നേരിടുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത് വന്യജീവികളുടെ ഒരു ഉപദ്രവവും ആളുകളുടെ കൃഷിനാശവും, കർഷകർക്ക് സംഭവിക്കുന്ന ഇതുമൂലമുണ്ടാകുന്ന കൃഷിനാശവും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നാച്ചേരി എന്ന് പറയുന്ന ഭാഗത്ത് സംഭവിച്ചത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നതാണ്. എൽദോസ് എന്നൊരാൾ യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. എൽദോസിൻ്റെ മരണത്തോടുകൂടി ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും എല്ലാമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം കാലങ്ങളായി തങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ട്രെഞ്ച് നിർമ്മാണം. ഇത് ഒരു വനപാതയാണ്. ഈ വനപാതയോട് ചേർന്നുള്ള ട്രെഞ്ച് നിർമ്മാണവും ഒപ്പം തന്നെ ഫെൻസിങ്ങും അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി വേണമെന്ന കാലങ്ങളായി ആവശ്യപ്പെടുന്നു. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വേണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യപ്പെടുന്നു. പക്ഷെ ഒന്നിനും നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഈ വിഷയങ്ങളിൽ ഏത് രീതിയിൽ അധികൃതർ ഇടപെടുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് എൽദോസ് എന്നവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? കുട്ടമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാമായിട്ട് ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? അവയ്ക്കുള്ളൊരു പരിഹാരം ഏത് രീതിയിലാണ്? ജനപ്രതിനിധികളുടെ ഒരു ഇടപെടൽ എന്നതെല്ലാമാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാമലേക്ക്. എൽദോ എന്ന ഒരു യുവാവ്, അത് ഈ ദിവസങ്ങളിലെ ഒരു ഇര, അത് മാത്രമേ ഉള്ളൂ. ഒരു വർഷം മുമ്പ് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് സന്തോഷം എന്ന് പറയുന്ന ഒരാൾ ഇതേ രീതിയിൽ തന്നെ മരണപ്പെട്ടു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യം. ഇപ്പം ആനകളുടെ എണ്ണം ക്രമാതീതമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ആന ഇവിടെ താമസിക്കുന്നു, ഇതിൽ നടുക്കോടെ, ഇതിനപ്പുറത്ത് ഒരു 65ഓളം വീടുകളുണ്ട്. എല്ലാം സാധാരണ മനുഷ്യരാണ്. അവർക്ക് നടന്നു പോകാനുള്ള വഴിയാണിത്. ഇതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല പോകാനായിട്ട്. അപ്പോൾ അവർക്ക് പോകാനായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ട കാര്യം. ഇന്നലെ സ്നേഹതിയായ കളക്ടർ വളരെ പോസിറ്റീവായിട്ട് അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങൾ അതെല്ലാം ചെയ്തു തരാം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫെൻസിങ്, ഇപ്പം അല്പസമയം മുമ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇവിടെ ഈ ഫെൻസ് ഇതൊക്കെ ഏതാണ്ട് 1 വർഷമായി കമ്പിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. 1 വർഷമായി ഈ കമ്പിയുടെ പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇപ്പോൾ ഈ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇനി ഫെൻസിങ് നമുക്ക് ചെയ്തു തന്നു എന്ന് കരുതി അതുകൊണ്ട് പൂർത്തിയായില്ല. ഇതിന്റെ മെയിൻ്റനൻസ് നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് ചെയ്തു ഒരു കമ്പ് അതിൽ ഒടിഞ്ഞ് അടിഞ്ഞ് തീർന്നു. ആനയും വളരെ ബുദ്ധിപരമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അത് ആന വന്നിട്ട് മരത്തിന്റെ കമ്പ് ഒടിച്ച് അതിലേക്ക് ഇടും, കറണ്ടിന്റെ പാസേജ് തീരും, അത് തീർന്നു. ആളുകളെക്കാൾ ബുദ്ധിയായിട്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഇതിന് കറക്റ്റായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വഴിവിളക്കുകൾ ഏതാണ്ട് ഇപ്പോൾ ഒരു ലൈറ്റോടെ തെളിഞ്ഞെടുപ്പുണ്ട്, ഇപ്പോഴും തെളിഞ്ഞെടുക്കുക. ഇത് നമ്മൾ പകൽ തെളിക്കാൻ ആവശ്യപ്പെടുന്നില്ല. രാത്രിയിൽ ഈ മനുഷ്യൻ സഞ്ചരിക്കുന്ന സമയത്തെങ്കിലും ഒരു വഴിവിളക്ക് തെളിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല സാധാരണ ജനത്തിന് വേണ്ടിയിട്ട്. കാരണം അവന് പണിക്ക് പോയിരിക്കാൻ പറ്റും. അപ്പം ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതിന് ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുക. ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ വന്നു പെട്ടെന്ന് നമ്മൾ പൈസ കൊടുത്തു, അതുകൊണ്ടൊന്നും ആവുന്നില്ലല്ലോ. അതുകൊണ്ട് തീർന്നു പോവുക. നിവൃത്തികേടുകൊണ്ട് പ്രതിഷേധിക്കുന്നത് അല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു ജനകീയ പ്രതിഷേധമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പാർട്ടിയില്ല. പാർട്ടിക്ക് അതീതമായിട്ട് മതമില്ല, ജാതിയില്ല, ഒന്നും. എല്ലാവരും. കാരണം ഇന്നലെ അത് തന്നെയായിരുന്നല്ലോ. ഇന്നലെ ജനം ഒത്തൊരുമിച്ച് ഇവിടെ നിന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ജനത്തിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. കാരണം ജനം ഒരുമിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നടക്കത്തുള്ളൂ. കാരണം ജീവിക്കണമല്ലോ. കാരണം ഈ നാട് എന്ന് പറയുന്ന മനുഷ്യനല്ലയോ. ഇത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മൃഗം കഴിഞ്ഞിട്ട് മനുഷ്യനുള്ളൂ, അതല്ലല്ലോ. ഫാദർ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നാളെയും മുന്നോട്ട് പോകേണ്ടതാണ്, ജീവിക്കേണ്ടതാണ്. കാരണം അല്ലാതെ ഇങ്ങനെ സംഘടിച്ചതല്ലാതെ മറ്റ് വഴികളില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ളവർ എല്ലാവരും തന്നെ, ഈ ഭാഗങ്ങളിലും എല്ലാവരും തന്നെ ഉണ്ട്. കാരണം എല്ലാവരുടെയും ഒരു വിഷയം തന്നെ ജീവിക്കുക എന്ന ഒരു കാരണം തന്നെയാണ്. മുന്നോട്ട് പോകണമെങ്കിൽ ഒരുമിച്ച് നിന്നേ കഴിയൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു, അല്ലേ? അതെ.
ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാന്നേ. ഇത് കണ്ടില്ലേ അവസ്ഥകൾ, പേടിയാ. ഇവിടെയൊക്കെ കൊച്ചു പിള്ളേരും ഒക്കെ ആയിട്ട് ആളുകൾ സ്കൂളിൽ പോണതും ഇങ്ങേറ്റ അവിടെ നിന്ന് ഒരു തീപ്പെട്ടിയോ ഇല്ലെങ്കിൽ മേടിക്കാൻ ഇവിടെ വന്നെ ഒക്കെ ഈ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് രാത്രി ആ സമയത്ത് ഈ ലാസ്റ്റ് വണ്ടിക്കൊക്കെ വന്നെ. അവിടം വരെ ബസ്സുള്ളൂ. അവിടുന്ന് ചിലപ്പോൾ ഓട്ടോറിക്ഷ കാണും, അതല്ലെങ്കിൽ ചിലപ്പോൾ 10-70 രൂപ കൊടുക്കണം അവിടം വരെ ഓട്ടോ വന്നെങ്കിൽ. ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, എന്നാൽ നടന്നേക്കാന്ന് വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ വെട്ടം ഉണ്ടാവില്ല കയ്യിൽ. അങ്ങനെയൊക്കെ സംഭവിക്കണം. ഇതിൽ കടന്നു പോകണമെങ്കിൽ ഓട്ടോറിക്ഷ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു വഴിവിളക്ക്, ഈ വിളക്കെന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ ഇത് സംഭവിക്കില്ല. വഴിവിളക്കില്ല, സംഭവിച്ചപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു വഴിവിളക്കില്ല ഇവിടെ. അതാ മെയിൻ പ്രശ്നം. വഴിവിളക്കോ വെട്ടമോ ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാനിവിടുത്തെ പോസ്റ്റ്മാനാണ് ഉരുളനണിയിൽ. ഞാൻ പലപ്പോഴും ഉച്ച സമയത്തും രാവിലെ ഇതുവഴി പോകുമ്പോൾ പലപ്പോഴും ആനയെ കാണും, തിരിച്ചു പോകാൻ ചെയ്യാറുണ്ട്. കാരണം അത്രയ്ക്ക് ഭീകരതയാണ്. തൊട്ട് ചേർന്ന് തന്നെ ആന നിൽക്കുന്നത്. അങ്ങനെ നിന്നിട്ട് പലപ്പോഴും എൻ്റെ അടുത്ത് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറകോട്ട് ഓടി അന്ന് ആ ജോലി നിർത്തിവെക്കുക ചെയ്യണത്. മറ്റു വാഹനങ്ങളൊന്നുമില്ല. അങ്ങനെ ആ രീതിയിലൊക്കെ പോകാറുണ്ട്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതാണ്. അത് ചിലപ്പോൾ കൂട്ടങ്ങളാകാം, ചിലപ്പോൾ ഒറ്റയാനാകാം, ആ കൊമ്പനും എല്ലാം കൂടി ഉണ്ടാവും. അതിൽ നിന്നൊക്കെ കാതോർത്താണ് പോകുന്നത് എപ്പോഴും. അങ്ങനെ ഓർത്ത് പോയി കഴിയുമ്പോൾ ഈ കാണുമ്പോൾ മാറിപ്പോകും. ചിലത്തൊക്കെ ഓടി വരുമ്പോഴേ നമ്മൾ ഓടി മറിഞ്ഞ് രക്ഷപ്പെട്ടു പോകും. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ജീവന് യാതൊരു വില ഉറപ്പില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. ബ്ലാവ്, അണ്ണ, കുരങ്ങ്. ഒരു നാളികേരം തിന്നാനില്ല, ഒരു വാഴ വെച്ച് തിന്നാൻ കൊല വെട്ടാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആയിരക്കണക്കിന് കിലോ വാഴയ്ക്ക വിറ്റുകൊണ്ടിരുന്ന പറമ്പുകളുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊക്കെ 1 കിലോ പഴം തിന്നണമെങ്കിൽ മേടിക്കണം കടയിൽ. ഒരു വാഴ വെക്കാൻ പറ്റില്ല. വാഴ വെച്ച് കണ്ട ആന പറിച്ച് പൊള്ളേ കളയും, അല്ലെങ്കിൽ തിന്നും. ഒരു തെങ്ങും തൈ നടാൻ പറ്റില്ല, ഒരു അടയ്ക്കാമരം നടാൻ പറ്റില്ല. കൊക്കോ മറിച്ചിട്ട് വെച്ചാൽ അതിൻ്റെ തൊലിയും തിന്നും, കായും തിന്നും. റബ്ബറും ഇപ്പോൾ പെടുത്തുക. റബ്ബർ പെടുത്തിയിട്ട് ഇല തിന്നും, തൊലി തിന്നും. പിന്നെ എന്നാണിച്ചാൽ മനുഷ്യൻ മൃഗങ്ങളെല്ലാം വലിയ രീതിയിൽ പെരുകിയിട്ടുണ്ട്. പണ്ടമാനം കുരങ്ങും മറ്റിങ്ങനെ 10-100 വാർക്കകളൊക്കെ മുകളിൽ വന്ന് നിൽക്കണം. എന്താണ് ഈ വനമേഖലയിൽ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ? കാരണം ഇത് കുട്ടമ്പുഴയുടെ മാത്രം വിഷയമല്ല. സംസ്ഥാനത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്ക് ചെന്നാലും വിവിധങ്ങളായ മേഖലകളിൽ എല്ലാവരിലും തന്നെ ഈ വനപ്രദേശത്തോട് അടുത്ത് ജീവിക്കുന്നവരെല്ലാം, പ്രത്യേകിച്ച് കർഷകർ, വലിയ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഇത് ഒരു ഇടത്ത് മാത്രം, ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി മാറുന്നില്ല. അതിലെ കേരളത്തിന്റെ പല ഭാഗങ്ങളും ഇത് തന്നെയാണ് ഒരു സ്ഥിതി. പലയിടത്തും തന്നെയും ഈ സമാനമായ രീതിയിൽ തന്നെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കുട്ടമ്പുഴയിലേതെന്ന് പറയുന്നത്. കുട്ടമ്പുഴയ്ക്ക് സമീപം നേര്യമംഗലത്തും കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഈ പനമരം മറിച്ചിട്ട ഒരു പെൺകുട്ടി അതിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന അവർക്ക് മേലെയൊക്കെയാണ് ഇത് മറിഞ്ഞിരുന്നത്. പിന്നീട് ഒരു പെൺകുട്ടി അതിൽ മരണപ്പെടുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു ഭീതിയുടെ ഒരു കാലത്തിലേക്ക് വനം മേഖലയോടെ ചേർന്നുള്ള ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ മാറുകയാണ്. പലർക്കും ഏത് രീതിയിൽ മുന്നോട്ട് പോകുക എങ്ങനെയെന്നത് അവർക്ക് അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. പരിസരത്തുള്ളവർ തന്നെയല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിതവും? ഞങ്ങളുടെ ജീവിതം വളരെ പരിതാപകരമാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്. എന്താണ് ഓടി വന്നെന്ന് അറിയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. ബ്ലാവായിട്ടും ആനയായിട്ടും മറ്റേ കുരങ്ങായിട്ടും പറമ്പുകളൊക്കെ ചുമ്മാ ശൂന്യമായി കിടക്കുക. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പ്രതിസന്ധിയുടെ ആഴങ്ങൾ വലുതാണ്. കാരണം ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ കർഷകർക്ക്, കൃഷിക്കാരെല്ലാം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു, പല രീതിയിലുള്ള കൃഷികൾ ചെയ്തു. പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. നമുക്കൊപ്പം കുറച്ച് സ്ത്രീകൾ കൂടി മേഖലയിലുള്ളവർ ചേരുന്നു. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു ജീവിതാവസ്ഥയ്ക്ക്? എങ്ങനെയാണ്? ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതാവസ്ഥ. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ ആനയുടെ ഇത് കാരണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പണിക്ക് പോയാൽ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് ചെലവെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വീട്ടിൽ കയറുന്ന ഇവരാരും തീരും. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് 16 കൊല്ലം. ഈ 16 കൊല്ലത്തിനിടയ്ക്ക് ഒരു ആനേനെ കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഞാൻ വന്ന ഇടയ്ക്ക് ഞാൻ ഒരു ആനേനെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നടക്കുന്ന വഴിക്ക് ഒരു ആനേനെ കാണാണ്ടിരിക്കണേന്നാ കൊതിക്കണേ. കാരണം ചുമ്മാ നമ്മൾ തട്ടി തടഞ്ഞു നടക്കുന്ന പോലെയാണ് ഇപ്പൊ ആന പെരുകി കൂടിയേക്കണത്. ഇവര് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തിനിങ്ങനെ ചെയ്യണേ? മൃഗങ്ങൾ കൊടുക്കുന്നത് സംരക്ഷണം ഒരു ശതമാനം മതി ഞങ്ങൾ മനുഷ്യർക്ക് തരാനായിട്ട്. ഇവരാരും തരുന്നുണ്ടോ? ഇവരാരും തരുന്നില്ല. അതുപോലെ 2 വർഷം മുമ്പ് സന്തോഷം മരിച്ചു. ആ സന്തോഷം മരിച്ചു കഴിഞ്ഞാൽ ആ മകന് 10 ലക്ഷം കൊടുത്തേക്കാന്ന് പറഞ്ഞു. കൊടുത്തോ ഇല്ലെന്ന് നമുക്കറിയാൻ പാടില്ല, നമ്മളത് അന്വേഷിക്കുന്നില്ല. പണി കൊടുത്തു എന്ന് പറഞ്ഞു. പണി കൊടുത്തു എത്ര വേണ്ടി? 1 മാസം ആ പയ്യനെ പണി കൊടുത്തു. എന്ത് പണി കൊടുത്തു? ആനേനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പണി കൊടുത്തു. ആനേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് ആ പയ്യൻ എന്ത് ചെയ്തു? വന്നിട്ട് പിന്നെ 1 ലക്ഷം കൊടുത്തു. അതിനെ അങ്ങ് ഒഴിവാക്കി. ആ പയ്യന് ഇന്നും ആ കൊച്ചിനെ അനാഥയാണ്. കാരണം അതിന് അപ്പനില്ല, അമ്മയില്ല, അനാഥയായിട്ട് നടക്കും ആ കൊച്ച്. എന്ത് പ്രയോജനം ഉണ്ടാവുന്നുണ്ട്?
കാരണം പൈസ കൊടുത്താൽ എന്ത് കാര്യത്തിനാണ്? ഒരു കാര്യമില്ല. മരിച്ചെടുക്കുന്ന വ്യക്തിക്ക് 10 ലക്ഷം കൊടുത്താൽ, കാരണം ആ 10 ലക്ഷം വിലയുള്ളൂ ആ മനുഷ്യന്. ആ ഒരു വില മാത്രമല്ല, അല്ല യാതൊരു ആ ഒരു മനുഷ്യനാണ്. ആ സ്ഥാനത്ത് ഒരു കുരങ്ങ് അല്ല റോഡിൽ നടക്കുന്ന ചെറിയ തോട്ടപ്പിടി ചത്തു കഴിഞ്ഞാൽ ഈ പുറച്ചുകാർക്ക് അതിന് ഇതുണ്ടല്ലോ. എന്തൊക്കെ ആചാരങ്ങൾ അതിന്? പോസ്റ്റ്മോർട്ടം ചെയ്യണു, അത് ചെയ്യണു, ഇത് ചെയ്യണു, അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചെടുക്കുന്നത് എന്തൊരു ഇന്നലെ കറക്റ്റോടെ കൈ കുപ്പി, എനിക്ക് ആ ബോഡി ഒന്ന് വിട്ടുകാന്നും പറഞ്ഞ കറക്റ്റോടെ കൈ കുപ്പിയില്ലേ? കാരണം നാളെ ഈ പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞു. എന്നെ കുഴി കുഴിക്കുന്നുണ്ട്, കുഴിച്ചു. കാരണം അത് കുഴിക്കുന്നത് അവരുടെ ആ മരിച്ചെടുക്കുന്ന വ്യക്തിയുടെ വീട്ടില. കാരണം ആ മനുഷ്യനെ കുഴിച്ചിടാനുള്ള കുഴി, അല്ലാതെ ഈ ടെന്റ് കുഴിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കുഴി ഇവിടെ കുഴിക്കുന്നുണ്ടോ? ഈ നിമിഷം വരെ എന്തെങ്കിലും പണി തുടങ്ങിയോ? ഒരു പണി, ഒരു ലൈറ്റ്. ഇന്നലെ ആ മനുഷ്യൻ മരിച്ചിട്ട് ഈ ഉരുളനാണ്ടിൽ ഏതോ ഒരു നല്ല മനസ്സിലാണ് ആ ലൈറ്റ് ഇട്ട് കൊടുത്തത്. ഈ ലൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, ഇന്ന് ആ മനുഷ്യൻ ജീവൻ പോവില്ലായിരുന്നു, രക്ഷപ്പെടുമായിരുന്നു. എങ്ങനെയെങ്കിലും ആ മനുഷ്യൻ രക്ഷപ്പെട്ടവരെ എന്ത് പ്രയോജനമുണ്ടായ? നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടല്ല. നിങ്ങൾ ഈ വഴി ഇങ്ങനെ അങ്ങ് നടന്ന് അങ്ങ് പോകും, മാമലക്കോട്ട പിണർ കൂടി ആ വഴി നടന്നു പോയിക്ക്. കാരണം ആ വഴിക്ക് എന്ത് വെട്ടമുള്ളത്? ഒരു വെട്ടം പോലും ഇല്ല. ഈ രാത്രിയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എന്ത് ഇതിലാണ് ഇങ്ങനെ? ഞങ്ങളുടെ കാരണവന്മാരുടെ, ഞങ്ങളുടെ ഇച്ചില്ലാത്ത കുഞ്ഞു മക്കളുടെ പ്രാർത്ഥനയും കൊണ്ടായിരിക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നത്. ഈ പണിക്ക് വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ കയറിയുന്ന ഇവരാരും ഒന്നും ഞങ്ങൾക്ക് ചെലവ് തരില്ല. ഞങ്ങൾ പണിയെടുത്ത് ഞങ്ങളുടെ നീതിയിലാണ് ഈ പറഞ്ഞ ഫോറസ്റ്റുകാരാണേലും മറ്റേ MLA എല്ലാവരും ജീവിക്കുന്നത്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ ആനയോ മൃഗമോ ഒന്നും ഒരു കുരങ്ങൊന്നും അല്ല ഇവർക്ക് ചെലവ് കൊടുക്കുന്നത്. ഞങ്ങൾ പണിയെടുത്ത് ഞങ്ങളുടെ നീതിയിലാണ് അവർ ജീവിക്കുന്നത്. എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? അത് അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം. ഈ ടെന്റ് എന്ത് ടെന്റാണ് കുഴിക്കുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വഴിയിൽ തന്നെ ഞാൻ ഇന്നത്തെ ഞാൻ മെമ്പറെ വിളിച്ചു പറഞ്ഞു, മെമ്പറെ നോക്കിക്കോ, ഇനി അടുത്ത് ഞാനാട്ടോ ഒന്ന് പറഞ്ഞു തീർന്ന് മണിക്കൂർ കഴിഞ്ഞില്ല ഇന്ന് ആ ചേട്ടൻ ജീവൻ പോയത്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ കാരണന്മാർക്ക് ഇനി ആരുണ്ട്? ഈ 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആ കാരണന്മാരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഇനി ആരാ ഉള്ളത്? ആരെയും കൊടുക്കാനുണ്ടോ? ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം മനസ്സിലാക്കി കാണുമല്ലോ ഏറെക്കുറെയൊക്കെ. അതായത് മനുഷ്യർക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു മേഖലയാണ് ഇത്. കാരണം വന്യജീവികൾ അത്രയേറെ വിഹരിക്കുന്ന ഒരു മേഖല. ഈ 60-70 വീട്ടുകാരുണ്ട് ഈ ഒരു ക്രാച്ചേരി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ. 90% ആളുകളും സാധാരണക്കാര്. അത് കുറച്ച് വീട്ടുകാർക്ക് മാത്രം 2 വീലറും ഒക്കെ ഉള്ള, എല്ലാവരും നടന്ന ഇതുവഴി പോകുന്നത്, അല്ലെ ഓട്ടോ വിളിച്ചാൽ പോകുന്നത്. അപ്പം അവരുടെ ഈ ഒരു യാത്രയ്ക്ക് എന്ത് സേഫ്റ്റിയാണ് നമ്മൾ ഈ മേഖലയിലുള്ളത്? അതൊരു കാര്യം നമുക്ക് വലിയ ഒരു ഇത്രയും പേടി തോന്നുന്ന ഒരു ഭീകരമായ ഒരു വനമേഖല വന്ന് പറയാറുണ്ടോ നിങ്ങളോട്? ഇതൊരു സ്ഥിര സംഭവമാണ്. ആനയെ കാണുക എന്ന് പറയുന്ന ഒരു സ്ഥിര സംഭവമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തരിയല്ല. കാരണം അവരെ ഭയങ്കര പേടിച്ച് അവർ വരുന്നത്. അപ്പം പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അവർ വളരെ ഭയന്നാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ആ ധൈര്യത്തിലാണ് അവർ പോകുന്നത്. കാരണം അവർക്ക് ആ ഒരു ശീലമായതുകൊണ്ട് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ അടുത്തും സർക്കാരിന്റെ അടുത്തും ഒക്കെ നിവേദനങ്ങളും കാര്യങ്ങളും പോകാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പം അതിനെതിരെ ഒരു നടപടികളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നെങ്കിലും പിന്നീട് കാലക്രമേണ അതങ്ങ് ക്ഷീണിച്ചു പോകും. പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് വീണ്ടും ഉയർന്നു വരും. അങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പറയാനായിട്ടുള്ളത്. ഉടൻ നിർമ്മിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും അതിൽ ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എത്ര കാലം കൊണ്ട് അത് തീരുമെന്നത്. അതോടൊപ്പം തന്നെ ഈ ഫെൻസിങ് നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ ഈ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷെ അതെല്ലാം താഴെ കിടക്കുകയാണ്. ഇത് ആനയും മറ്റും മൃഗങ്ങളും ഇതിൻ്റെ ഉപദ്രവം മൂലം മരം ഒടിഞ്ഞു വീണത് മൂലം ഇതെല്ലാം തന്നെ നശിക്കും. പിന്നീട് അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അതിൽ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങളടക്കം ചെയ്യണമെങ്കിൽ കൃത്യമായ പരിപാലനം കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നശിഞ്ഞു പോയത്. ഇനിയെങ്കിലും ഈ സംഭവങ്ങളെങ്കിലും അത്തരം കാര്യങ്ങൾക്ക് പുതിയ രീതിയിലുള്ള ചിന്തകളിലേക്ക് നയിക്കുമെന്നാണ് നാട്ടുകാരുടെ ഒരു വിശ്വാസമായിട്ട് അവർ കരുതുകയും ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ മാത്രം ഒരു വിഷയമല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെമ്പാടും ഈ വിഷയങ്ങൾ വന്യമൃഗങ്ങളുടെ അടക്കം ഉയർത്തുന്ന വലിയ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെയെല്ലാം ഈ രീതിയിലുള്ള പരിഹാരങ്ങൾ വേണം. വന്യമൃഗങ്ങൾ മാത്രമല്ല പരിപാലിക്കപ്പെടേണ്ടത് എന്ന് നാട്ടുകാർ തന്നെ ഓർമ്മിപ്പിക്കുന്നു. തങ്ങൾ കൂടി അതിനൊപ്പം ജീവിക്കുന്നുണ്ട്, തങ്ങളെ കൂടി ഓർക്കേണ്ടതുണ്ട് എന്നാണ് അവർ വളരെ ഉച്ചത്തിൽ പറയുന്നത്. കുട്ടുമ്പുഴ പഞ്ചായത്ത് നിറച്ച ആനയാണ്. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾക്കാട്ടിലെ ആനയ്ക്ക് തിന്നാൻ തീറ്റയില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഇവിടെ 2018 വരെ ഈറ്റവെട്ടുണ്ടായിരുന്നു. ആ ഈറ്റവെട്ടുണ്ടായിരുന്ന സമയത്ത്
ആനയൊന്നും ഇത്രയും ശല്യം ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ഇല്ലായിരുന്നു. ഈറ്റ വെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാനികളുണ്ടാവും, പുതിയ ഇലകളുണ്ടാവും. അപ്പോൾ ആനയ്ക്ക് തിന്നാനുള്ളൊരു തീറ്റ അവിടെ തന്നെ കിട്ടും. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ കമ്പനി നിന്നുപോയതാണ് ഈറ്റവട്ടം നിൽക്കാൻ കാര്യം. ഇപ്പോൾ അതില്ലാതോടുകൂടി ഉൾക്കാട്ടിലുള്ള ആനകൾ കുട്ടമ്പുഴ, നേര്യമംഗലം, പുന്നേക്കാട് ഏരിയകൾ ഉൾപ്പെടെ നീണ്ടപാറ വരെ വരുന്ന ഏരിയകളിലേക്ക് ഇവിടെ നിന്നാണ് ആന കടന്നു പോകുന്നത്. ഇതിന് ഏക ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ആനയെ ഇനി നിയന്ത്രിക്കണമെങ്കിൽ ഇതിലെ കടന്നു പോകുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് പുനർഗതാഗത യോഗ്യമാക്കുക മാത്രമാണ് ഏക പരിഹാരം. അപ്പോൾ ആ റോഡ് പുനർഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞാൽ ഈ ആന ഉൾക്കാട്ടിലേക്ക് ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡിന്റെ പൂയംകുട്ടി കഴിഞ്ഞിട്ടുള്ള ആ റോഡിന്റെ സൈഡിൽ നിന്ന് തമിഴ്നാട് വരെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കിടക്കുവാണ്. ആനകളെല്ലാം അങ്ങോട്ടേ ഉൾവലിഞ്ഞോളും. ഒരു 10% ആന കൂടുതൽ ഇങ്ങോട്ട് വരില്ല. രീതിയിൽ ഫോറസ്റ്റ് ഓഫീസർമാർ അത്തരം ചർച്ചകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പോ അവര് ഉള്ള റോഡുകൾ പോലും ഞങ്ങൾ ഇത് സംബന്ധിച്ച് പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് നിവേദനങ്ങൾ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മിനിസ്റ്റർക്ക് നിവേദനം കൊടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മന്ത്രി പരിശോധിക്കാം എന്ന് പറയണം, അല്ലാതെ ഓരോ നടപടിയില്ല. ഈ നാട്ടിലേക്ക് കടന്നു പോകുന്ന റോഡുകൾ പോലും ഹൈക്കോടതിയുടെ ഉത്തരവുകളിൽ പോലെ ഉള്ള റോഡുകളിൽ പോലും ഫോറസ്റ്റുകാർ കടത്തിവിടില്ല. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് കടന്നു പൊക്കളാൻ. പക്ഷെ ആ റോഡിൽ പോലും ഫോറസ്റ്റുകാർ കടത്തിവിടില്ലാത്ത അവസ്ഥയാണ്. മന്ത്രി ജീവിച്ചിരിപ്പുണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഇങ്ങനെ പറയാമെന്ന് മാത്രം. ഈ മനുഷ്യനെ കണ്ട് ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് അപകടങ്ങൾ ഉണ്ടായ സ്ഥലത്ത് മന്ത്രി സന്ദർശിച്ചിട്ടുണ്ടോ? ഇദ്ദേഹമൊക്കെ വെറുതെ ഈ ജനത്തിന്റെ പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇവിടെ വനസംരക്ഷണത്തിന് പൈസ വരുന്നു, വനവികസനത്തിന് പൈസ വരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഏതോ കേന്ദ്രത്തിൽ നിന്ന് പണങ്ങൾ വരുന്നു, പണം വാങ്ങുന്നു എന്നുള്ളതാണ്. പാവപ്പെട്ട ജനത്തിന്റെ സ്ഥിതി ഇപ്പോഴും പരിതാപകരമാണ്. വെറുതെ ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇവിടെ ആരും നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. മന്ത്രിയില്ല, മുഖ്യമന്ത്രിയില്ല, ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിലിപ്പോ ജനം സമീപകാലത്ത് ഇതേ നില തുടർന്നാൽ ഈ അവസ്ഥയൊക്കെ വളരെ 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 സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഒരാൾ മരിക്കുന്നു, ആ സമയത്ത് കൊണ്ടുവന്ന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നു, ആ വികാരം അങ്ങോട്ട് ഒതുക്കി അവരങ്ങനെ പോകുന്നു. ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയേക്കുവാണ്. വന്യമൃഗങ്ങൾ എല്ലാ മേഖലയിലും അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ ആളെ കൊല്ലുന്ന ആനകളെ അല്ലെങ്കിൽ അതുപോലുള്ള മൃഗങ്ങളെ അതേ രീതിയിൽ തന്നെ തിരിച്ച് കൈകാര്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ അത് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ലെങ്കിൽ മനുഷ്യ ജീവിതം ഇവിടെ ദുസ്സഹമാണ്. വളരെ അടിയന്തരമായ നടപടി സ്വീകരിക്കുക. അല്ലെങ്കിൽ മരിച്ച മന്ത്രിയെ കൊണ്ടോ അല്ലെങ്കിൽ മരിച്ച സംവിധാനങ്ങളെ കൊണ്ടോ നമുക്കിവിടെ ആവശ്യമില്ല. വെറുതെ ജീവിച്ചിരിക്കുന്നത് ജനത്തിന്റെ വേസ്റ്റ്, ജനത്തിന്റെ പണം ദുർവ്യയം ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടക്കുക. അതുകൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരമാണ് വേണ്ടത്. ഇതിപ്പോ ഒറ്റപ്പെട്ട ചില സംഭവമായിട്ട് ആരും കണ്ടിട്ട് കാര്യമില്ല. ഇത് നിരന്തര സംഭവങ്ങളായി മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുക, അതോടൊപ്പം തന്നെ സ്വന്തം കൃഷിയിടങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുക, ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ തന്നെ നടപ്പാക്കണമെന്നതാണ് ഈ പ്രദേശത്തുള്ളവർ പൊതുവെ വനമേഖലയിൽ നിന്നുള്ളവർ പറയുന്നത്. കാരണം ജീവിക്കാനുള്ള ഒരു മാർഗങ്ങളടക്കം ഇല്ലാതാവുകയാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഉണ്ടായിരിക്കുന്ന നടപടികളൊന്നും കൃത്യമായിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലും എല്ലാവരിലും തന്നെ ഉണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി ഇടയ്ക്ക് ചോദിക്കുന്നു, ഇതിലെ എന്താണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ശാശ്വത പരിഹാരത്തിന് വേണ്ടി ആരും ശ്രമിക്കുന്നില്ല. അതായത് ഓരോരോ വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോൾ നിരവധി വന്യമൃഗങ്ങൾ പെറ്റുപെരുകി എല്ലാ മേഖലകളിലും സകല പ്രദേശങ്ങളിലും ഇപ്പോൾ വനം, അതായത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയെക്കാളും 4 ചതുരശ്ര കിലോമീറ്റർ കൂടുതലുള്ള പഞ്ചായത്താണ്. കൂടുതലും വനമേഖലയാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇവിടെ ജനജീവിതം ഭംഗിയായി കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നില്ല. ഇതുപോലെ മറ്റേ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തൽക്കാലത്തേക്ക് ജനരോഷം ശമിപ്പിക്കാനായി ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്നിട്ട് മോഹന വാഗ്ദാനം, ട്രഞ്ച് ചെയ്യാം, ഫെൻസിങ് ചെയ്യാം, ഇതൊക്കെ പറയുന്നു. സർക്കാരിൻ്റെ കയ്യിൽ നയ പൈസ ഇല്ല എന്ന് പറയുന്നു. അടിച്ചു മാറ്റാനും സുഖലോലുപതിക്കും ഇഷ്ടം പോലെ പണം ഉണ്ട്. പക്ഷേ ജനത്തിൻ്റെതായിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും ഇവിടെ ഫണ്ടില്ല. എന്ത് ചോദിച്ചാലും ഫണ്ടില്ല. ജനകീയ പ്രശ്നങ്ങൾക്കല്ല ഇവിടെ പ്രാധാന്യമില്ല. ജനത്തിന്റെ ജീവനും ഇവിടെ കാര്യമില്ല. ഇവിടെ ഇവിടെ ഈ വനപരിപാലനത്തിനൊക്കെയായി എത്രമാത്രം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വരുന്നത്. ഇതിൽ പോകുന്നു. ഇതിനൊക്കെ ഒന്നും യാതൊരു കണക്കുമില്ല. പാവപ്പെട്ട മനുഷ്യർക്ക് 5 ലക്ഷം രൂപ വിലയിട്ട് ഓരോ തവണ വരുമ്പോൾ ജനവികാരത്തെ ശമിപ്പിക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നു.
ഇപ്പോൾ ഇവിടെ വന്നു മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ 5 ലക്ഷമൊക്കെ കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയുള്ള, കാരണം നേരം വെളുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ജനവികാരം ആയിരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അധികൃതർ വളരെ പെട്ടെന്ന് മൃതദേഹം മാറ്റാനുള്ള പരിപാടികൾ ചെയ്തു. അവരത് പോയി. ഇനിയിപ്പം ഇത് ഒരു ചെറിയ സംഭവമൊന്നും ആയിരിക്കില്ല. ഇത് വരാൻ പോകുന്ന വലിയ വിപത്തിൻ്റെ ചെറിയ നാന്ദി മാത്രമാണ്. ഇവിടെ അവസാനം ജനകീയമായി ഈ സംഭവങ്ങളെല്ലാം ഇത്ര ദുരന്തങ്ങൾ തുടർക്കഥയാവുമ്പോൾ ജനം വേറൊരു വിധത്തിൽ പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഭരണ സംവിധാനങ്ങൾക്കെതിരെ എല്ലാം വരുന്ന വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരിക്കാം ഈ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അധികൃതർ വളരെ വ്യക്തമായി ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ചെയ്യുന്ന അവരവരുടെ കടമ ചെയ്യാൻ നിർബന്ധിതമാവേ പറ്റൂ. അല്ലെങ്കിൽ ഇത് വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഞാൻ കാണിച്ചു തരാം ആനനെ. എന്റെ വീടിന്റെ തൊട്ട് പുറകിൽ വെക്കുന്നുണ്ട് ആന പോർഷനകത്ത്. ഫെൻസിങ് ഇട്ടു, അത് സംരക്ഷിക്കില്ല. ആന വരും, ചവിട്ടി പിടിച്ച് കളയും. അത് കഴിഞ്ഞിട്ട് ഇവരോട് സാറേ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു മനുഷ്യനെ ആന കുത്തിയിട്ടിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടെ കൂടി വാരിക്കൂട്ടി എല്ലാം റെഡിയാക്കി പെറുക്കി എടുത്തു വിട്ടത്. ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പം. നമുക്ക് അവരോട് വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് നോക്കാനോ ഒന്ന് സഹകരിക്കാനോ ഇതൊന്നും അവർ ചെയ്യില്ല. അവർക്ക് തിന്നുക, വല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആവശ്യമായിട്ട് ആ ഓഫീസിലിരിക്കുക. ഇതാണ് അവരുടെ ചുമതല. ഇതാണ് ഇവർ ഈ നാട്ടിൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വരാട്ടോ, പിന്നെ നോക്കാട്ടോ, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അവർ ചോദിക്കണം. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എൻ്റെ വീട് തൊട്ടപ്പുറമാണ്, പണത്തിനുള്ളിൽ തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെ. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് അവിടുന്ന് വീട്ടിൻ്റെ അവിടെ 8-10 ഓട്ടോ കൊണ്ട് വന്നപ്പോൾ ആന ഈ ആന തന്നെ എന്നെ ഓടിച്ചു. ഞാൻ ഓടിക്കൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് ഓട്ടോ മരത്തടി അടിച്ച് എൻ്റെ ബമ്പർ കൊടിഞ്ഞു പോയി. ഞാൻ തമിഴ്നാട്ടിലേക്ക് ഞാൻ രക്ഷപ്പെട്ടു പോയത്. തൊട്ടപ്പുറം വഴിയുണ്ട്, അപ്പോൾ ഈ കൊച്ചിനാശ്ശേരി എന്ന് പറയും. ആ വഴിക്കാണ് എന്നെ ആന ഓടിക്കണേ. ഞാൻ ഓടിക്കൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഓടിയത് ഡ്രൈവർ സീറ്റിൽ നിന്ന് പോയിട്ട് വണ്ടി ഒന്ന് മരത്തടി അടിച്ച് എൻ്റെ അത് ബമ്പർ കൊടിഞ്ഞു പോയി. ഞാൻ തമിഴ്നാട്ടിലേക്ക് ഞാൻ രക്ഷപ്പെട്ടു പോയത്. അതുപോലെ തന്നെ ഇവിടെ സെറ്റിൽമെന്റിലേക്ക് ട്രെഞ്ചിന് അനുമതി കിട്ടിയിട്ട് 4 മാസമായി. 4 മാസമായിട്ട് അതിന്റെ അളവോ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ട് ഇവര് റോഡ് സൈഡ് ചേർത്താൽ ട്രെഞ്ച് ആകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആറോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ അവർക്ക് നടക്കാതെ കിടക്കുന്നത്. ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ കുഴപ്പം. നമ്മൾ അവരോട് എന്തെങ്കിലും എതിർപ്പിന് പോയിട്ടുണ്ടോ? ഇല്ല. ഈ നാട്ടുകാർ ഒരു എതിർപ്പും ഇല്ല. അവരോട് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് ഒരു 10 മീറ്റർ മാറ്റി താത്തണമെന്ന് ഒരൊറ്റ വ്യവസ്ഥയെ നാട്ടുകാർ വെച്ചോളൂ. ഈ റോഡിനോട് ചേർത്ത് നമ്മൾ ട്രെഞ്ച് കത്തിക്കഴിഞ്ഞാൽ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റൊരു റോഡൊന്ന് വികസിപ്പിക്കണേ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കണ്ടേ? അവർ പറഞ്ഞത് അത് നടക്കില്ലെന്ന് പറഞ്ഞാൽ അതും പ്രകാരമാണ് ഇപ്പോൾ ഈ റോഡ് ആ ട്രെഞ്ചിന്റെ വർക്ക് പെൻഡിങ് ആയി കിടക്കണേ. 4 മാസം മുമ്പ് ഫണ്ട് അനുവദിച്ച് കിടക്കുന്ന. ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ കളികൾ. നാട്ടുകാരെ ജീവിക്കാൻ അവർ സമ്മതിക്കില്ല. പിന്നെ മരം പോകൂലേ? അത് നല്ല ഈ റോഡിന്റെ വീതിക്ക് വേണം ഇത് താത്താൻ. ഇതിന്റെ ഇങ്ങനെയാ ഇത് തന്നെ. അപ്പം മരം ഒരുപാട് പോകും. അത് നടപടിയുള്ള കേസിലെ പറച്ചിലൊക്കെ ഉള്ളു. അത് തന്നെയല്ല ഇപ്പൊ ഫെൻസിങ് ഇട്ടിട്ടും വലിയ കാര്യമില്ല. അതും എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾ വേണം, നോക്കണം. അനുഭവം വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു ഇല്ല. ഇതൊക്കെ ഇട്ടതാ, ഒരാഴ്ച പോലും അതിന് പ്രയോജനം കിട്ടിയില്ല. ഒരാഴ്ചത്തേന് പോലും അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പശിയുടെ കമ്പി മൊത്തം പോയി കിടക്കുക. ഇപ്പൊ ഈ കമ്പി പശിയുടെ കമ്പി മൊത്തം പോയി കിടക്കുവാണ്. നമ്മുടെ ആന കുട്ടമ്പുഴ ടൗൺ വരെ ആന ഇറങ്ങണ്ട. ആന സ്ഥിരമായിട്ട് ആൾക്കാർക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. സ്കൂൾ പഠിക്കുന്ന പിള്ളേർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഫെൻസിങ് 2 ദിവസം ശരിയാവും. 3-ാമത്തെ ദിവസം ആ മരം മറിച്ചിട്ട് ആ ഫെൻസിങ് പോകും. പിന്നെ അത് പോയി. പിന്നെ ആന കടന്നു വരും. പകുതി ആ റോഡിന്റെ മെയിൻ അവിടെ മാത്രം ഫെൻസിങ് കാണും. ആടിയിലത്തെ കാടും വെട്ടിക്കളയും. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഫെൻസിങ് ഉണ്ടാവില്ല. ആന അപ്പുറത്തേക്ക് കടന്ന് പറമ്പിൽ കയറും. എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ആന അങ്ങ് പോകും. ഒരു രക്ഷയില്ല, ജീവിക്കാൻ രക്ഷയില്ല. അണ്ണാനും കുരങ്ങും പന്നിയായിട്ടും മനുഷ്യ ജീവിക്കാൻ പാടാത്ത അവസ്ഥയാണ് ഇത് ഈ താഴെ ചേർത്താണ്. എന്റെ വീടിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സന്തോഷിനെ കൊന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്ത തോട്, ആ തോട്ടിൽ വെച്ചാണ് അവനെ ആന കൊന്നത്. ആന കൊന്നിട്ട് 3 ദിവസവും ഈ അവനെ കുഴിച്ചിട്ടടുത്തേക്ക് എന്റെ വീടിന്റെ മുറ്റം വഴി ആന പോയത്. ആനശല്യം കാരണം ഒരു രക്ഷയില്ല, കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇതാണല്ലോ ആനക്കുഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് ഈ കഴിഞ്ഞിടയ്ക്ക് ആനക്കുഞ്ഞ് ഓർമ്മ ചാടി. ഒരു രക്ഷയില്ല. ആനയുടെ ശല്യം കാരണം ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തണം. ആനശല്യമാണ്, ഭയങ്കര ആനശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ആനശല്യം. പ്രദേശവാസികൾ പറയുന്നത് തന്നെയാണ്. കാരണം ഇവിടെ അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വീട്ടുമുറ്റത്തേക്ക് ആനക്കൂട്ടങ്ങൾ എത്തുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നു എന്നതാണ്. ഇതിനൊരു കൃത്യമായ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അവർ ഇനിയും പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് തങ്ങളെ ഓർക്കുന്നതെന്നാണ്
ഈ മേഖലയിലുള്ളവർ പറയുന്നത്. വന്യജീവികളുടെ ആക്രമണത്തിൽ ആരെങ്കിലും ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായി നടക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് തങ്ങളെ അന്വേഷിച്ച് ഇവിടേക്ക് ആരെങ്കിലും വരുന്നത് എന്നതാണ് ഇവർ പ്രധാനമായും തന്നെ പറയുന്നത്. അത്രയും കാലം അത്രയും തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ, അവകാശങ്ങൾ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ച് എത്ര തന്നെ പ്രതിഷേധിച്ചാലും ഒരു കാര്യവുമില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ അനുഭവം അത് തന്നെയാണ് ഈ കാലം അത്രയുമായും അവരനുഭവിച്ചു പോരുന്നതും. കുട്ടമ്പുഴയിൽ ഈ ദുരന്തം സംഭവിക്കുമ്പോഴും നമ്മൾ നേരിട്ട് കണ്ടതും അത് തന്നെയാണ്. കാരണം അതിനുശേഷമാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെടുന്നത് പോലെ ട്രഞ്ച്, അതോടൊപ്പം തന്നെ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തീരുമാനമുണ്ടാകുന്നതും എല്ലാം അപ്പോഴാണ്. അതിന് ഒരാളുടെ ജീവൻ പൊലിയേണ്ടി വന്നു. അദ്ദേഹത്തിന് നഷ്ടപരിഹാരമടക്കം നൽകുന്നതിൻ്റെ ഒരു ഉറപ്പ് അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന സമരത്തിലൂടെ അതിനെല്ലാം അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു. അത്രയധികം സമരം ചെയ്യേണ്ടി വന്നു. എന്തായാലും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ എങ്ങനെ കണ്ട് വ്യാഖ്യാനിച്ചാലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ഇതെല്ലാം തന്നെ നടക്കുന്നു. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നു എന്നതാണ്. അവിടങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴായി അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ ഈ ഒരു വിഷയം കഴിഞ്ഞ്, ഇത്തരമൊരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീട് അവിടേക്ക് അവരെ അന്വേഷിച്ച് ആരും എത്തുന്നില്ല എന്നതും ഒരു സത്യം തന്നെയാണ്. എന്തായാലും പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ കുട്ടമ്പുഴയിലെ ഇവിടെ ഈ ക്ണാക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ ട്രഡ്ജും എല്ലാം തന്നെ അവർക്ക് നിർമ്മിച്ച് നൽകുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ അവർക്ക് ആവശ്യം ഈ വഴിവിളക്കുകൾ, അവർക്ക് ഇവിടെ വഴിവിളക്കുകൾ സ്ഥാപിച്ചാൽ മാത്രം ഇതിലൂടെ കടന്നു പോകാൻ കഴിയും. എങ്കിൽ മാത്രമേ ആനയുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അത്ര കണ്ട് ഭീതിതമായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ എൽദോസ് ഇതിൽ അവസാനത്തെ ഒരാളായിരിക്കട്ടെ എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനിയൊരു ദുരന്തം, ഇനിയൊരു അപകടം, ഇനിയൊരു മരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതായാലും അത്തരം വിഷയങ്ങളിൽ സർക്കാരിന് സത്വരമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഇവരുടെ വിഷയങ്ങൾ പഠിച്ച വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാനിവിടെ ചോദിക്കാമെന്നതിൻ്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.